നടനും നാടൻപാട്ട് കലാകാരനുമായിരുന്ന കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച മണിനാദം നാടൻപാട്ട് മത്സരം ശ്രദ്ധേയമായി. കരിങ്കരപ്പുള്ളി അയ്യപ്പൻകാവ് പുഷ്പകലാസമിതി വായനശാലയിലാണ് നാടൻപാട്ട് മത്സരം നടന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ യുവജന കേന്ദ്രം പാലക്കാടും പുഷ്പക കലാസമിതി വായനശാലയും സംയുക്തമായാണ് ജില്ലാതല നാടൻപാട്ട് മത്സരം സംഘടിപ്പിച്ചത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ അംഗത്വമുള്ള ക്ലബ്ബുകളിലെ 18-നും 40-നും മധ്യേ പ്രായമുള്ളവർക്കാണ് നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ഒരു ടീമിൽ പരമാവധി 10 പേർ പങ്കെടുത്തു. ആദ്യ 3 സ്ഥാനങ്ങൾക്ക് യഥാക്രമം 25,000, 10,000, 5,000 രൂപ വീതം ലഭിക്കും. 1-ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാം. എ. പ്രഭാകരൻ എം.എൽ.എ. നാടൻപാട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അനുഭവം സഖാവ് VS ഇവിടെ ഈ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുറേ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കാറാണ്. എന്താണ്, ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇപ്പോൾ കല്ലേപ്പുള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പൊതുയോഗം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയത് മലമ്പുഴയ്ക്കാണ്. മലമ്പുഴയിൽ നിന്നൊക്കെ എത്ര കൊലവക്കോടൊക്കെ വരുമ്പോൾ അദ്ദേഹം വരുന്ന ഓട്ടോറിക്ഷ തടുത്തു നിർത്തി കാറിൽ നിന്നിറങ്ങി ഓട്ടോറിക്ഷ ഓട്ടും. അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ നടന്നു പോകുമ്പോൾ അവരോടൊപ്പം നടക്കും. അങ്ങനെ ആ പ്രദേശമാകെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വ്യക്തിത്വം അദ്ദേഹം എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു വിഷയമാണ്. യുവജനക്ഷേമ ബോർഡ് അംഗം ഷെനിൻ മന്ദിരാട് അധ്യക്ഷനായി. മലമ്പുഴ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ വി. അനീഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ. ധനരാജ്, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഉദയകുമാരി, വാർഡ് മെമ്പർമാരായ പ്രകാശിനി, പ്രവീണ, ചിറ്റൂർ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ജയകൃഷ്ണൻ, പാലക്കാട് ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ഹരീഷ, പുഷ്പക കലാസമിതി വായനശാല സെക്രട്ടറി സജീവ്, രക്ഷാധികാരികളായ ഉമേഷ്, എം. സുരേഷ് എന്നിവർ പ്രസംഗിച്ചു.